നമുക്കെല്ലാവർക്കും ടൂറിനും പിക്നിക്കിനും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. അതെനിക്ക് തന്നെ പോകാനൊന്നും ഇഷ്ടമില്ല. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ അയൽവക്കംകാരുടെ കൂടെയൊക്കെ പോകാനാണ് എനിക്ക് താല്പര്യം. നമ്മൾ പലരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് പ്രാരാബ്ധത്തിൻ്റെ കെട്ടിങ്ങോട്ട് അഴിക്കും. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷേ നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ടൂറിനും പിക്നിക്കിനും ഒക്കെ പോകാൻ പറ്റും. ദിവസം 10 രൂപ വെച്ച് മാറ്റി വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരും ഇപ്പം നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 10 രൂപ വെച്ച് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അതൊരു മാസമാകുമ്പോൾ 300 രൂപ ആകും. 10 മാസമാകുമ്പോൾ 3000 രൂപ ആകും. 20 രൂപ വെച്ച് മാറ്റി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് 10 മാസമാകുമ്പോൾ 6000 രൂപ ആകും. 30 രൂപ വെച്ച് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ 10 മാസമാകുമ്പോൾ 9000 രൂപ ആകിയല്ലേ. ഈ പൈസയൊക്കെ മാത്രം മതി നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് ഒരു ടൂറ് നടത്താനായിട്ട്. പിന്നെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് പോകണം. ഇപ്പം നാളെ പോകാനാണെങ്കിൽ തലേദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുളമായിട്ട് പോകും. നന്നായിട്ട് പ്ലാനിങ് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് തന്നെ നമ്മൾ പോകേണ്ട സ്ഥലം പ്ലാൻ ചെയ്യണം. ആ സ്ഥലത്ത് കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെയുണ്ട്, അവിടുത്തെ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഗൂഗിളും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിഞ്ഞു വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ എത്ര ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസയൊക്കെ ഡിവൈഡ് ചെയ്തു പോകും. അങ്ങനെയൊക്കെ കുറേ പൈസ ലാഭിക്കാൻ പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ടൂറും പിക്നിക്കും ഒക്കെ അവരുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമാണ്. നമ്മളും അത് കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സ്ട്രെസ്സൊക്കെയുള്ള ഈ ജീവിതകാലത്ത് ഈ പിക്നിക്കും ഇതൊക്കെ തരുന്ന മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് നമ്മൾ ഹൗസ് ബോട്ടൊക്കെ കായലിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ഓർക്കും അത് വലിയ പൈസക്കാർക്ക് മാത്രമുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ മാറ്റി വെക്കുന്ന പൈസ കൊണ്ട് നമ്മൾ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ടൂറും പിക്നിക്കിനും ഒന്നും പോകാതിരിക്കണ്ട. ഇന്ന് തൊട്ട് നമുക്ക് 10 രൂപ മാറ്റി വെക്കാം. അങ്ങനെ ആ വെക്കുന്ന പൈസയും കൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് തിരിച്ചു വരണം. എൻ്റെ ഈ വീഡിയോ വളരെ കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ എനിക്കറിയാം. പക്ഷേ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.